തീരങ്ങളെ തഴുകി ചെറുതുരുത്തി നില ബോട്ട് ക്ലബിൽ ആസ്വദിക്കാം സായാഹ്നവേളകൾ. റിവർ സഫാരിക്കായി കയാക്കിംഗ്, ബോട്ടിംഗ്, വഞ്ചി സഫാരി, സ്വാൻ പെഡൽ സർവീസുകൾ. രുചി വൈവിധ്യങ്ങളുമായി വിപുലമായ ഫാമിലി റെസ്റ്റോറന്റ് സൗകര്യം. വിനോദത്തിനായി കിഡ്സ് പാർക്ക്, പ്ലേ ഗ്രൗണ്ട്, ഹോഴ്സ് റൈഡിംഗ്, വാട്ടർ പൂൾ. നില ബോട്ട് ക്ലബ്. ക്ഷയരോഗ നിർമ്മാർജ്ജന യജ്ഞത്തോടനുബന്ധിച്ച് ചെറുതുരുത്തി പഞ്ചകർമ്മ ഗവേഷണ കേന്ദ്രത്തിൽ ബോധവൽക്കരണ ക്ലാസ് നടത്തി. ക്ഷയരോഗ നിർമ്മാർജ്ജന യജ്ഞത്തോടനുബന്ധിച്ച് ചെറുതുരുത്തി ദേശീയ ആയുർവേദ പഞ്ചകർമ്മ ഗവേഷണ കേന്ദ്രത്തിൽ ബോധവൽക്കരണ ക്ലാസ് നടത്തി. അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ വി.സി. ദീപ് ഉദ്ഘാടനം നിർവഹിച്ചു. ട്യൂബർക്ലോസിസ് ഉള്ള ആളുകളിൽ 26% ഇന്ത്യയിലാണെന്നുള്ള ഒരു വലിയൊരു ഞെട്ടിക്കുന്ന വസ്തുതയാണ്. ഇപ്പൊ ട്യൂബർക്ലോസിസ് നിർമ്മാർജ്ജനം ചെയ്യുക എന്നുള്ളത് ഇന്ത്യയുടെ ഒരു ലക്ഷ്യം തന്നെയാണ്. അതിന്റെ ഒരു കേരളം വളരെ അഭിവൃദ്ധി പ്രാപിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോഴും ട്യൂബർക്ലോസിസ് കൊണ്ടുള്ള മരണം പോലും കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള വസ്തുത സാറ് പറയുകയുണ്ടായി. ഇപ്പം നമുക്കറിയാം, നമ്മുടെ ആയുർവേദ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ രാജ്യയക്ഷ്മ എന്ന രോഗവുമായിട്ടാണ് നമ്മൾ ഇതിനെ താരതമ്യം ചെയ്യുന്നത്. രാജ്യയക്ഷ്മ എന്ന് പറഞ്ഞാൽ യക്ഷ്മ എന്നുള്ള രോഗം, രാജാവ്, രോഗങ്ങളുടെ രാജാവ് എന്നുള്ള അർത്ഥത്തിലാണ് രാജ്യയക്ഷ്മ എന്ന് പറയുന്നത്. അത്രയധികം പ്രശ്നങ്ങളോട് കൂടിയിട്ടുള്ള രോഗമാണ്. മറ്റുള്ള രോഗങ്ങളെക്കാളും കുറച്ചും കൂടി ചികിത്സിക്കാൻ വിഷമമുള്ള രോഗമായിട്ടാണ് രാജ്യയക്ഷ്മ വരുന്നത്. അനേക രോഗങ്ങളുടെ കൂടെ എന്ന് വെച്ചാൽ ഒരു രോഗം മാത്രമല്ല, കുറേ തരത്തിലുള്ള രോഗങ്ങൾ അതിന്റെ കൂടെ ഉണ്ടാവും. അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ എൻ തമിഴ്ശെൽവം ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. തുടർന്ന് തൃശൂർ ട്യൂബർകുലോസിസ് ഓഫീസർ ഡോക്ടർ അജയ് രാജൻ ക്ലാസ് എടുത്തു. സീനിയർ ട്രീറ്റ്മെന്റ് സൂപ്പർവൈസർ സുനിത, റിസർച്ച് ഓഫീസർമാരായ ഡോക്ടർ സരിക കെ.എസ്., ഡോക്ടർ അശ്വതി മോഹൻ, സീനിയർ റിസർച്ച് ഫെല്ലോ ഡോക്ടർ മീര എന്നിവർ സംസാരിച്ചു. രാജാവ് എന്നുള്ള രീതിയിലാണ് നമ്മൾ നമ്മുടെ പുരാണങ്ങളിലെ അല്ലെങ്കിൽ ആയുർവേദത്തിന്റെ ഒരു ഭാഷയിൽ പറയുമ്പോൾ അപ്പം അത് വളരെ ശരിയാണ്. കാരണം ആ പേരിൽ നിന്ന് തന്നെ ആ രോഗം നമുക്ക് മനസ്സിലാവും. ക്ഷയരോഗം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ചരിത്രത്തിൽ തന്നെ വളരെ പഴയ ഒരു അസുഖമാണ്. നമ്മളുടെ ആരോഗ്യം ക്ഷയിക്കുന്നതനുസരിച്ച് നമ്മളിലേക്ക് ഈ രോഗം കൂടുതൽ ശക്തി ആർജിച്ചു വരാൻ സാധ്യതയുള്ള ഒരു രോഗമാണ് ക്ഷയരോഗം. ക്ഷയരോഗാണുക്കൾ നമ്മുടെ ശരീരത്തിലുണ്ട്, പക്ഷേ നമ്മൾ ഇൻഫെക്റ്റഡ് ആണ്, എന്നാൽ ഡിസീസ്ഡ് അല്ല. ഡിസീസ്ഡ് ആവണമെങ്കിൽ എന്താണ്, നമ്മൾ മാനിഫെസ്റ്റേഷൻസ് വരണം, അതിൻ്റെ ലക്ഷണങ്ങൾ വരണം. അപ്പം ലക്ഷണങ്ങൾ എന്തൊക്കെയായിരിക്കാം? പ്രധാനമായിട്ടും 4 ലക്ഷണങ്ങൾ പറയുന്നു. ചുമ, 2 ആഴ്ചയിൽ കൂടുതലുള്ള ചുമ, പനി, വൈകുന്നേരങ്ങളിലുള്ള ഒരു കുളിര് പോലുള്ള ഒരു അവസ്ഥ, അതുപോലെ ഭാരക്കുറവ്, വെയിറ്റ് കുറഞ്ഞു വരുന്നു. അതുപോലെ തന്നെ വരാവുന്ന മറ്റ് ചില ലക്ഷണങ്ങൾ, നമ്മൾ കഫത്തിലെ രക്തത്തിൻ്റെ അളവ് കാണുക, നെഞ്ചിൽ വേദന തോന്നുക. അപ്പം TB തന്നെ 2 തരത്തിൽ പ്രധാനമായിട്ടും തിരിച്ചിട്ടുണ്ട്. ശ്വാസകോശത്തെ ബാധിക്കുന്നതും ശ്വാസകോശത്തിന് പുറത്തുള്ള അവയവത്തെ ബാധിക്കുന്നു. പല്ലും നഖവും ഒഴിച്ച് ഏത് അവയവത്തെ വേണമെങ്കിലും ക്ഷയരോഗ അണുക്കൾ ബാധിക്കാം. അപ്പം അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഈ വ്യക്തി രോഗം ബാധിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ശ്വാസകോശത്തെ ബാധിക്കുന്ന രോഗമാണെങ്കിൽ, തരത്തിലുള്ള TB ആണെങ്കിൽ, ഒരു വ്യക്തി 10 മുതൽ 15 പേർക്ക് രോഗം പകർത്തുന്ന ഒരു സാഹചര്യം ഉണ്ട് ഒരു വർഷം. അതുപോലെ തന്നെ ഒരു വ്യക്തിയെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ഡിലേ വരികയാണെങ്കിൽ, ട്രീറ്റ്മെൻറ്റ് എടുക്കാതെ വരികയാണെങ്കിൽ അവർ 80 മുതൽ 85% വരെ മരണത്തിലേക്ക് പോകാനുള്ള സാഹചര്യവും. എന്നാൽ ന്യൂസ് ഡെസ്ക് CCV.